നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എല്ലാവർക്കും പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു വിദ്യയാണ് പഴയ കിറ്റ് പ്രയോഗം. കമന്ററി ആരംഭിക്കുന്നു. കിറ്റിന്റെ കഥ ഒടുവിൽ വരാം. അതിനേക്കാൾ പ്രധാനം നമ്മുടെ കപ്പലുകൾ, ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് മോചനമുണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം കടലുകൾ ശാന്തമാവണം, കപ്പലുകൾ സുഗമമായി ഓടണമെങ്കിൽ മാത്രമേ നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവിടെ ഹോർമൂസിൽ ഇത്രയും കപ്പലുകൾ കുടുങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ എണ്ണ മാത്രമല്ല, ആഗോള കപ്പൽ വ്യാപാരത്തെ തന്നെ അത് അനിശ്ചിതമായി ബാധിച്ചിരിക്കുകയാണ്. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ്. ഇറാൻ ഒരു അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ്. ഇഫ് ഇറാൻ ഡസന്റ് ഓപ്പൺ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് വിത്തിൻ 48 hours, ട്രംപ് ഇഷ്യൂസ് അൾട്ടിമേറ്റം ടു ഇറാൻ. അടുത്ത 48 മണിക്കൂർ. ഇത് രാവിലെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ടൈം 10:55 22-ാം തീയതി 10:55 പറഞ്ഞിരിക്കുന്നത്. അടുത്ത 48 മണിക്കൂർ സമയത്തിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കണം. എല്ലാം അൺകണ്ടീഷണലായിട്ട് തുറന്നു കൊടുക്കണം. തുറന്നു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഇറാൻ നേരിടേണ്ടി വരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. പെന്റഗൺ ഫൗണ്ട് ദാറ്റ് ഇറാൻ കുഡ് കീപ് ദ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ക്ലോസ്ഡ് ഫോർ എനിവെയർ ഫ്രം 1 to 6 months. പെന്റഗന്റെ കണക്കൂട്ടൽ അനുസരിച്ച് ഇപ്പോൾ ഇറാന്റെ തീരുമാനം അടുത്ത 1 മാസം മുതൽ 6 മാസം വരെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടച്ചിടുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നീക്കം അറിഞ്ഞതോടുകൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം അൾട്ടിമേറ്റം പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായിരിക്കും അതിന്റെ ഫലം എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും അങ്ങനെ ഒരു സ്ട്രേറ്റിന്റെ കഥ ഇപ്പോൾ പറയാം. അങ്ങനെ ഒരു അൾട്ടിമേറ്റത്തിന്റെ കഥ പറയാൻ കാരണം പുതിയ ഒരു ബദൽ പാതയുടെ അന്വേഷണമാണ്. പെർഷ്യൻ ഗൾഫ് എണ്ണ ഉപരോധം അവരുടെ സാമ്പത്തിക ക്രമത്തെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഒരു ബദൽ മാർഗമുണ്ടോ എന്നുള്ള അന്വേഷണം വളരെ ഗൗരവമായി, വളരെ തീവ്രമായി നടത്തുകയാണ്. അവിടെ പേർഷ്യൻ ഗൾഫിൽ നിന്ന് റെഡ് സീയിലോട്ട്, ചെങ്കടലിലോട്ട് വരാവുന്ന ഒരു പൈപ്പ് ലൈൻ, ഏകദേശം 1000 കിലോമീറ്ററോളം വരാവുന്ന ഒരു പൈപ്പ് ലൈൻ നേരത്തെ ഉണ്ട്. പരമാവധി ഉപയോഗപ്പെടുത്താൻ സൗദി അറേബ്യ ശ്രമിക്കുകയാണ്. അവരുടെ യാൻബു പോർട്ട്, അതുവഴി ഒരു ഘട്ടത്തിൽ 27ഓളം ടാങ്കറുകൾ അവിടെ ബർത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു റെഡ് സീയിൽ. അപ്പൊ അങ്ങനെ ഒരു ബദൽ മാർഗമാണ് സൗദി അറേബ്യയ്ക്ക് ഉള്ളതെങ്കിൽ UAEക്ക് ഇന്ത്യൻ ഓഷ്യനിലോട്ട് തുറക്കുന്ന അല്ലെങ്കിൽ ഒമാൻ ഗൾഫിലോട്ട് വാതായനം തുറന്നു കൊടുക്കുന്ന ഖോർഫക്കാൻ, ഫുജേറ, അവർ ആ സാധ്യത, അവർക്കും പൈപ്പ് ലൈൻ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന അവിടെ കപ്പലുകളെ ആക്രമിക്കുകയാണ്, ഫുജറയിൽ വരുന്ന കപ്പലുകളെ ആക്രമിക്കുകയാണ്. എന്തിന്? യാൻബു പോലും, ഇത്ര അധികം ദൂരമുള്ള യാൻബുവിൽ പോലും ഇറാന്റെ മിസൈലുകൾ പതിച്ചു എന്നുള്ള വാർത്ത നമ്മൾ വായിച്ചു. അപ്പോ നിലവിലുള്ള പാതകൾ ഒന്നും സുരക്ഷിതമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയൊരു പാതയെക്കുറിച്ച് ലോകം ചിന്തിക്കുന്നു, പ്രത്യേകിച്ച് ഒമാൻ ചിന്തിക്കുകയാണ്. ദിസ് ക്രൈസിസ് ഹാസ് ഫോഴ്സ്ഡ് ദോസ് അഫക്റ്റഡ്, എസ്പെഷ്യലി ദ US and its allies, to develop an alternative road to circumvent the strait. സ്ട്രെയിറ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഹോർമൂസ് സ്ട്രെയിറ്റ് ആണ്. ഹോർമൂസ് സ്ട്രെയിറ്റ് ഒഴിവാക്കിക്കൊണ്ട് വേറൊരു പാതയുടെ സാധ്യത ഉണ്ടോ എന്ന് അമേരിക്കയും ലോകവും ഗൾഫ് നാടുകളും ഒക്കെ പരിശോധിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ നീക്കം. അത് അങ്ങനെയുള്ള one such idea proposed by a data scientist is carving a canal through Oman's rugged മുസന്തം പെനിൻസുല. പുതിയൊരു പേരാണ് നമ്മൾ കേൾക്കുന്നത്, മുസന്തം പെനിൻസുല, allowing ships to bypass the strait entirely. നമ്മുടെ സുയസ് കനാല്, മലാക്ക സ്ട്രെയിറ്റ് എന്നൊക്കെ കേൾക്കുന്നത് പോലെ ആദ്യമായിട്ടാണ് കമന്ററി കേൾക്കുന്നത് മുസന്തം കനാൽ. പുതിയൊരു കനാൽ ഈ ഹോർമൂസ് കടലിടുക്കിന് ഏകദേശം അടുത്തെന്ന് പറയാം. പക്ഷെ അത് പൂർണ്ണമായും ഒമാന്റെ ഭൂപ്രദേശത്തു കൂടി ഇപ്പൊ തന്നെ പല ഭാഗത്തും കടലുകളും കനാലുകളും വെള്ളവും ഉണ്ട്.
പക്ഷേ വളരെ ശക്തമായ മലനിരകളുമുണ്ട്. അപ്പോൾ കുറേയൊക്കെ മലനിരകൾ പൊട്ടിച്ചെടുത്താൽ ഒരു പാത പേർഷ്യൻ ഗൾഫിൽ നിന്ന് നേരെ ഇന്ത്യൻ ഓഷ്യനിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പാതയുടെ സാധ്യതയാണ് അവരിപ്പോൾ ആലോചിക്കുന്നത്. One such idea proposed by a data scientist is carving a canal through Oman's rugged Musandam Peninsula, allowing ships to bypass the strait entirely. പൂർണ്ണമായും ഹോർമോസ് കടലിടുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഒമാന്റെ അവരുടെ ഭൂപ്രദേശത്തോടുകൂടി ഒരു കനാൽ, മുസാന്തം പെനിൻസുലയിൽ കൂടി ഒരു കനാൽ. ഇപ്പൊ തന്നെ അവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ കടലുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമായും കണക്റ്റഡ് അല്ല. ഇടയ്ക്ക് ചില ലാൻഡ് ബ്ലോക്കുകളുണ്ട്. ആ ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക പാതയായിട്ട്, ഒരു കനാലായിട്ട് വേണമെങ്കിൽ അതിനെ വളർത്തി എടുക്കാൻ കഴിയും. പക്ഷെ അതിന് ചില പരിമിതികളുണ്ട്. സച്ച് എ പ്രോജക്ട് ഇസ് ഡീംഡ് astronomically expensive, approximately $100 billion, and geopolitically challenging. ഇങ്ങനൊരു സാധ്യത ഉണ്ടെങ്കിൽ പോലും വളരെ അധികം പണച്ചെലവുള്ളതാണ്. അപ്പോൾ അവർ പരിശോധിക്കും. സൗദി അറേബ്യ ഇതിനകത്ത് പണം മുടക്കണമെന്നില്ല, UAE പണം മുടക്കണമെന്നില്ല. കാരണം എന്താണ്? അവർക്ക് രണ്ടുപേർക്കും പൈപ്പ് ലൈനെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് മാർഗങ്ങളുണ്ട്. പക്ഷെ ഇതിനകത്ത് താല്പര്യം കാണിക്കാൻ സാധ്യതയുള്ളത് ഇറാഖ്, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, ഇത്രയും രാജ്യങ്ങൾക്ക് അവരുടെ എണ്ണ പുറം ലോകത്തെത്തിക്കാൻ ഒരു മാർഗവുമില്ല. ഒരുപക്ഷെ അവർ ഒമാനുമായി സഹകരിച്ച് $100 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 കോടി. $10,000 അതാണ് അസ്ട്രോണമിക്കലി എക്സ്പെൻസീവ്. അത്ര എളുപ്പത്തിൽ സാധ്യമല്ല. പക്ഷേ ഇത്രയും രാജ്യങ്ങൾക്ക് വേറെ മാർഗമില്ലെങ്കിൽ, എന്നും ഹോർമോസ് സ്ട്രെയിറ്റ് ഒരു തലവേദനയാണെങ്കിൽ, ഒരുപക്ഷെ ഇത്തരം ഒരു സാധ്യതയെക്കുറിച്ച് ഗൾഫിലെ രാജ്യങ്ങൾ ആലോചിക്കും. എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പനാമ കനാൽ, സുയസ് കനാൽ, മലാക്ക സ്ട്രെയിറ്റ്. തായ്ലൻഡ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ലാൻഡ് ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്ന ഒരു കനാലിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെയാണ് മുസാന്തം കനാൽ എന്ന് വേണമെങ്കിൽ ഭാവിയിൽ അറിയപ്പെടാൻ സാധ്യതയുള്ള ഒരു കനാലിന്റെ സാധ്യതയെക്കുറിച്ച് ഒമാനും അമേരിക്കയും ഗൾഫ് നാടുകളും ഒക്കെ ആലോചിക്കുകയാണ്. കാരണം എന്താണ്? എണ്ണ 20 മില്യൺ ബാരൽ പെർ ഡേ, ലോക എണ്ണയുടെ 20%. അത് അനിശ്ചിതമായി നീണ്ടുപോകുന്നത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ഇങ്ങനെ ഒരു ബദൽ പാതയിൽ താല്പര്യവുമുണ്ട്. ഇനി നമുക്ക് കിറ്റിന്റെ കഥയിലോട്ട് വരാം. റാണി, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രോജക്റ്റ് ഏരിയയിൽ നിന്നുള്ള വനിതയാണോ എന്നറിയില്ല. റാണി എഴുതുന്നു, 2ാം ഘട്ട പണി തുടങ്ങിയത് മുതൽ ഇവിടെ ഒരു റിസോർട്ട് ഉടമ എല്ലാ ശനിയാഴ്ചയും 1 കിറ്റ് മലക്കറിയും 100 രൂപയും നാട്ടുകാർക്ക് സൗജന്യമായി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2ാം ഘട്ടം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ റിസോർട്ടിന് ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോ ചുറ്റിലും നാട്ടുകാരുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 1 കിറ്റും 100 രൂപയും ആഴ്ചയിലൊരിക്കൽ. ഏത് കിറ്റ് കൊണ്ടും കളി നടക്കില്ല എന്നുള്ളതാണ് സത്യം. കിറ്റുകൾ എല്ലാ കാലത്തും എല്ലാവരെയും സഹായിക്കില്ല. നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ജനങ്ങൾക്കും എല്ലാ ദിവസവും ഇതുപോലെ കിറ്റ് കൊടുത്താൽ ഒരുപക്ഷെ വിഷയത്തിന് പരിഹാരമുണ്ടാകും. ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ കിറ്റ് കൊണ്ട് കാര്യമില്ല. മാത്രവുമല്ല, നിങ്ങൾക്ക് പഴയതുപോലെ മത്സ്യത്തൊഴിലാളികളെ കബളിപ്പിക്കാൻ പറ്റില്ല. ചില ജട്ടി പാർട്ടികളെ ഏത് യോഗത്തിന് വിളിച്ചാലും വരുന്ന ചില ജട്ടി പാർട്ടികളുണ്ട്. അത്തരം പാർട്ടികൾ വന്ന് ചില ബഡായിയും കള്ളത്തരങ്ങളും പറഞ്ഞിട്ട് പോകുമെന്നല്ലാതെ മത്സ്യത്തൊഴിലാളികളെ ഇനി പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല. കാരണം അവരുടെ തൊഴിലിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് കഴിഞ്ഞ 2 വർഷം കൊണ്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. 800 കപ്പലുകൾ വന്നതിലൂടെ തുറമുഖവും തങ്ങൾക്കും ഒരുമിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ തുറമുഖത്ത് സാധ്യമാണെന്ന് സമീപ പ്രദേശങ്ങളിലെ വിഴിഞ്ഞത്തെയും അടിമലത്തുറയിലെയും പൂന്തുറയിലെയും പുല്ലുവിളയിലെയും കരിങ്കുളത്തെയും പുതിയ തുറയിലെയും ഒക്കെ മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കി കഴിഞ്ഞതുകൊണ്ട് ഈ പറയുന്ന തന്ത്രങ്ങളിലൊന്നും മത്സ്യത്തൊഴിലാളികൾ വീഴില്ല. ചില ജട്ടിപ്പാർട്ടികൾ എല്ലാ കാലത്തും വീണതുപോലെ ഇത്തവണയും വീണിട്ടുണ്ട്. അതിനപ്പുറം ഈ വിഷയം മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ് കരക്കമ്പി.